ഭാഷയിൽ വാക്കുകളെ 8 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു എന്ന് നാം പഠിച്ചു. ഈ 8 വിഭാഗങ്ങളിൽ സംജ്ഞ, സർവനാം എന്നിവ നാം വളരെ വ്യക്തതയോടുകൂടി തന്നെ പഠിച്ചിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിശേഷൺ, അതിൻ്റെ മൂന്നാമത്തെ വകഭേദമായ വിശേഷൺ ആണ്. അതിനു മുമ്പ് സ്റ്റഡി മീഡിയ എന്ന ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എന്താണ് വിശേഷൺ എന്ന് നോക്കാം. വിശേഷൺ സംജ്ഞയുടെയോ സർവനാമത്തിൻ്റെയോ വിശേഷതയോ ഗുണദോഷങ്ങളോ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് വിശേഷൺ എന്ന് പറയുന്നത്. സംജ്ഞയുടെയോ സർവനാമത്തിൻ്റെയോ വിശേഷതയോ ഗുണദോഷങ്ങളോ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് വിശേഷൺ എന്ന് പറയുന്നത്. ഉദാഹരണം: ലാലു അച്ഛ ലഡ്കാ ഹേ. ലാലു നല്ല കുട്ടിയാകുന്നു. ഉദാഹരണം രണ്ടാമത്തേത്: തീൻ ലഡ്കെ ഖേൽതേ ഹേ. തീൻ ലഡ്കെ ഖേൽതേ ഹേ. 3 കുട്ടികൾ കളിക്കുന്നു. 3 കുട്ടികൾ കളിക്കുന്നു. ഉദാഹരണം 3: മുഹമ്മദ് കി ടോപ്പി കാലി ഹേ. മുഹമ്മദ് കി ടോപ്പി കാലി ഹേ. മുഹമ്മദിൻ്റെ തൊപ്പി കറുത്തതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിലെ അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിലെ അടിവരയിട്ട വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവ സംജ്ഞകളുടെ വിശേഷത വെളിപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നതായി കാണാം. അവ വിശേഷണങ്ങളാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിലെ അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക. അവ സംജ്ഞകളുടെ വിശേഷത വെളിപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നതായി കാണാം. അവ വിശേഷണങ്ങളാണ്. വിശേഷൺ കെ ഭേദ്. വിശേഷണത്തിന് 4 ഭേദങ്ങളാണുള്ളത്. അവ താഴെ പറയുന്നവയാണ്. വിശേഷണത്തിന് 4 ഭേദങ്ങളുണ്ട്. അവ എന്താണെന്ന് നമുക്ക് താഴെ വിവരിക്കാം. ഒന്നാമത്തേത് ഗുണവാചക് വിശേഷൺ. ഒന്നാമത്തേത് എന്താണ്? ഗുണവാചക് വിശേഷൺ. സംജ്ഞയുടെയോ സർവനാമത്തിൻ്റെയോ ഗുണദോഷങ്ങളോ ആകൃതി, നിറം, അവസ്ഥ മുതലായവയോ വർണ്ണിക്കുന്ന വിശേഷണത്തെയാണ് ഗുണവാചക് വിശേഷൺ എന്ന് പറയുന്നത്. എന്താണ്? സംജ്ഞയുടെയോ സർവനാമത്തിൻ്റെയോ ഗുണദോഷങ്ങളോ ആകൃതി, നിറം, അവസ്ഥ മുതലായവയോ വർണ്ണിക്കുന്ന വിശേഷണത്തെയാണ് ഗുണവാചക് വിശേഷൺ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ. നീച്ച് ആത്മി. നീച്ച് ആത്മി. നീചനായ മനുഷ്യൻ. മലയാളത്തിൽ നീചനായ മനുഷ്യൻ. നീച്ചിൻ്റെ അടിവരയിട്ടിരിക്കുന്നു. നീലി ടോപ്പി. നീലി ടോപ്പി. നീല തൊപ്പി. നീലി എന്ന വാക്കിൻ്റെ അടിവരയിട്ടിരിക്കുന്നു. ചോട്ടാ ലഡ്ക. മൂന്നാമത്തെ ഉദാഹരണം ചോട്ടാ ലഡ്ക, ചെറിയ ആൺകുട്ടി. ചോട്ട എന്ന വാക്കിൻ്റെ അടിവരയിട്ടിരിക്കുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളിൽ അടിവരയിട്ടിരിക്കുന്നവയെല്ലാം ഗുണവാചക് വിശേഷൺ ആകുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളിൽ അടിവരയിട്ടിരിക്കുന്നവയെല്ലാം ഗുണവാചക് വിശേഷൺ ആകുന്നു. ഇനി രണ്ടാമത്തെ വിശേഷണം എന്താണ്? സംഖ്യാവാചക് വിശേഷൺ. സംഖ്യാവാചക് വിശേഷൺ സംജ്ഞയുടെയോ സർവനാമത്തിൻ്റെയോ എണ്ണം അഥവാ സംഖ്യയെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വിശേഷണ പദങ്ങളെ സംഖ്യാവാചക് വിശേഷൺ എന്ന് പറയുന്നു. സംജ്ഞയുടെയോ സർവനാമത്തിൻ്റെയോ
എണ്ണം അല്ലെങ്കിൽ സംഖ്യയെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വിശേഷണങ്ങളെ സംഖ്യാവാചക വിശേഷൺ എന്ന് പറയുന്നു. ഇനി അവയ്ക്കുള്ള ഉദാഹരണം നോക്കാം. ഏക്ക് ലഡ്കി. ഏക്ക് ലഡ്കി, ഒരു പെൺകുട്ടി. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ഒരു പെൺകുട്ടി. ഏക്ക് എന്ന വാക്കിൻ്റെ അടിവരയിട്ടിരിക്കുന്നു. ഇനി 5 റുപ്പയെ. 5 റുപ്പയെ, 5 രൂപ. 5 രൂപ, മലയാളത്തിൽ 5 രൂപ എന്ന് പറയും. 5 എന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നു. സബ് അധ്യാപക്. സബ് അധ്യാപക്, മലയാളത്തിൽ മുഴുവൻ അധ്യാപകർ. മുഴുവൻ അധ്യാപകർ. നാലാമത്തെ ഉദാഹരണം അനേക് ആദ്മി. അനേക് ആദ്മി, മലയാളത്തിൽ അനേകം ആളുകൾ. അനേക് എന്ന വാക്കിൻ്റെ അടിവരയിട്ടിരിക്കുന്നു. മുകളിൽ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ സംഖ്യാവാചക വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. എന്താണ്? മുകളിൽ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ സംഖ്യാവാചക വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. സംഖ്യാവാചക വിശേഷണത്തിന് 2 ഭേദങ്ങളുണ്ട്. സംഖ്യാവാചക വിശേഷണത്തിന് 2 ഭേദങ്ങളുണ്ട്. ഒന്ന് അനിശ്ചിത് സംഖ്യാവാചക വിശേഷൺ. 2 നിശ്ചിത് സംഖ്യാവാചക വിശേഷൺ. ഒന്നാമത്തേത് എന്താണ്? അനിശ്ചിത് സംഖ്യാവാചക വിശേഷൺ. രണ്ടാമത്തേത് നിശ്ചിത് സംഖ്യാവാചക വിശേഷൺ. ഇനി നമുക്ക് ഒന്നാമതായിട്ട് അനിശ്ചിത് സംഖ്യാവാചക വിശേഷൺ എന്താണെന്ന് നോക്കാം. സംഖ്യാവാചക വിശേഷണങ്ങളിൽ നിശ്ചിതമായ എണ്ണം വെളിപ്പെടുത്താതെ അനേകം, മുഴുവൻ. സംഖ്യാവാചക വിശേഷണങ്ങളിൽ നിശ്ചിതമായ എണ്ണം വെളിപ്പെടുത്താതെ അനേകം, മുഴുവൻ എന്നിങ്ങനെ ഏകദേശ എണ്ണം സൂചിപ്പിക്കുന്നവയെ അനിശ്ചിതവാചക സംഖ്യാവാചക വിശേഷൺ എന്ന് പറയുന്നു. ഇനി നമുക്ക് അതിന് ഉദാഹരണം നോക്കാം. കൈ ലഡ്കെ ഖേൽത്തെ ഹേ. കൈ ലഡ്കെ ഖേൽത്തെ ഹേ, അതിൻ്റെ മലയാളം എന്താണ്? അനേകം ആൺകുട്ടികൾ കളിക്കുന്നു. കൈ എന്ന വാക്കിൻ്റെ അടിവരയിട്ടിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഉദാഹരണം സബ് ലഡ്കിയാം പഠ്തി ഹേ. സബ് ലഡ്കിയാം പഠ്തി ഹേ. സബ് എന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നു. അതിൻ്റെ മലയാളം എന്താണ്? എല്ലാ പെൺകുട്ടികളും വായിക്കുന്നു. എല്ലാ പെൺകുട്ടികളും വായിക്കുന്നു. 3 അനേക് ആദ്മി കാം കർ രഹേ ഹേ. അനേക് ആദ്മി കാം കർ രഹേ ഹേ. അനേകം ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകം ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേക് എന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നു. ഇനി 4 ബഹുത്ത് ലഡ്കെ ജാത്തെ ഹേ. ബഹുത്ത് എന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ മലയാളം? അനേകം ആൺകുട്ടികൾ പോകുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ അനിശ്ചിത് സംഖ്യാവാചക വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. എന്താണ്? മുകളിൽ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ അനിശ്ചിത് സംഖ്യാവാചക വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി രണ്ടാമത്തേത് എന്താണ്? നിശ്ചിത് സംഖ്യാവാചക വിശേഷൺ. നിശ്ചിത് സംഖ്യാവാചക വിശേഷൺ. സംഖ്യാവാചക വിശേഷണങ്ങളിൽ കൃത്യമായ എണ്ണം സൂചിപ്പിക്കുന്നവയെ നിശ്ചിത് സംഖ്യാവാചക വിശേഷൺ എന്ന് പറയുന്നു. സംഖ്യാവാചക വിശേഷണങ്ങളിൽ കൃത്യമായ എണ്ണം സൂചിപ്പിക്കുന്നവയെ നിശ്ചിത് സംഖ്യാവാചക വിശേഷൺ എന്ന് പറയുന്നു. എന്താണ് അതിന് ഉദാഹരണം? ചാർ ലഡ്കെ. ചാർ ലഡ്കെ, 4 ആൺകുട്ടികൾ. ചാർ എന്ന വാക്കിൻ്റെ അടിവരയിട്ടിരിക്കുന്നു. ഇനി 2 തീൻ റുപ്പയെ. തീൻ റുപ്പയെ, തീൻ എന്ന വാക്കിൻ്റെ അടിവരയിട്ടിരിക്കുന്നു. മലയാളത്തിൽ 3 രൂപ. മൂന്നാമത്തെ ഉദാഹരണം സൗ ലഡ്കിയാം. സൗ ലഡ്കിയാം. സൗ എന്ന വാക്കിൻ്റെ അടിയിൽ
വരയിട്ടിരിക്കുന്നു. 100 പെൺകുട്ടികൾ. 100 പെൺകുട്ടികൾ. മുകളിൽ അടിവരയിട്ടു നൽകിയിരിക്കുന്ന വാക്കുകൾ നിശ്ചിത് സംഖ്യാവാചക് വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. മുകളിൽ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ നിശ്ചിത് സംഖ്യാവാചക് വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി വിശേഷണത്തിൻ്റെ മൂന്നാമത്തേത് പരിണാംവാചക് വിശേഷൺ. പരിമാൺവാചക് വിശേഷൺ. എന്താണ് പരിമാൺ വാചക് വിശേഷൺ? സംജ്ഞയുടെ അളവ്, തൂക്കം എന്നിവ സൂചിപ്പിക്കുന്ന വിശേഷണത്തെ പരിമാൺവാചക് വിശേഷൺ എന്ന് പറയുന്നു. സംജ്ഞയുടെ അളവ്, തൂക്കം എന്നിവ സൂചിപ്പിക്കുന്ന വിശേഷണത്തെ പരിമാൺവാചക് വിശേഷൺ എന്ന് പറയുന്നു. ഉദാഹരണം: തീൻ സേർ ദൂത്. തീൻ സേർ ദൂത്. 3 സേർ പാല്. 3 സേർ പാല്. തീൻ എന്ന വാക്കിൻ്റെ അടിവരയിട്ടിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഉദാഹരണം: ഇത്തന പാനി. ഇത്തന പാനി. ഇത്രയും വെള്ളം. ഇത്തന എന്നിൻ്റെ വാക്കിൻ്റെ അടി വരയിട്ടിരിക്കുന്നു. മൂന്നാമത്തെ ഉദാഹരണം: തോടി ശക്കർ. തോടി ശക്കർ എന്ന് പറഞ്ഞാൽ കുറച്ച് പഞ്ചസാര. തോടി എന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നു. മുകളിൽ അടിവരയിട്ടു നൽകിയിരിക്കുന്ന വാക്കുകൾ പരിമാൺവാചക് വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. മുകളിൽ അടിവരയിട്ട് നൽകിയിരിക്കുന്ന വാക്കുകൾ പരിമാൺവാചക് വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി പരിമാൺവാചക് വിശേഷണത്തിന് 2 ഭേദങ്ങളുണ്ട്. ഈ പരിണാംവാചക് വിശേഷണത്തെ 2 ഭേദങ്ങളുണ്ട്. ഒന്ന് അനിശ്ചിത് പരിമാൺവാചക് വിശേഷൺ. 2 നിശ്ചിത് പരിമാൺവാചക് വിശേഷൺ. അനിശ്ചിത് പരിമാൺവാചക് വിശേഷൺ, നിശ്ചിത് പരിമാൺവാചക് വിശേഷൺ. ഇനി ആദ്യമായിട്ട് നമുക്ക് അനിശ്ചിത് പരിമാൺവാചക് വിശേഷൺ എന്താണെന്ന് നോക്കാം. വസ്തുവിൻ്റെ അളവ് നിശ്ചിതമായി സൂചിപ്പിക്കാതെ ബഹുത്ത്, തോട, സാര എന്നിങ്ങനെ ഏകദേശ അളവ് സൂചിപ്പിക്കുന്ന പരിമാണവാചക വിശേഷണങ്ങളാണ് അനിശ്ചിത് പരിമാൺവാചക് വിശേഷൺ. എന്താണ്? വസ്തുവിൻ്റെ അളവ് നിശ്ചിതമായി സൂചിപ്പിക്കാതെ ബഹുത്ത്, തോട, സാര എന്നിങ്ങനെ ഏകദേശ അളവ് സൂചിപ്പിക്കുന്ന പരിമാണവാചക വിശേഷണങ്ങളാണ് അനിശ്ചിത് പരിമാൺവാചക് വിശേഷൺ. ഇനി അവയ്ക്ക് എന്താണ് ഉദാഹരണം? ബഹുത്ത് അനാജ്. ബഹുത്ത് അനാജ്. ബഹുത്ത് എന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നു. ധാരാളം ധാന്യം. ബഹുത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം. ബഹുത്ത് അനാജ് ധാരാളം ധാന്യം. ഇത്തന ദൂത്. ഇത്രയും പാൽ. ഇത്തന എന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നു. ഇത്രയും പാൽ. അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ അനിശ്ചിത് പരിമാൺവാചക് വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ അനിശ്ചിത് പരിമാൺവാചക് വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തേത് എന്താണ്? നിശ്ചിത് പരിമാൺവാചക് വിശേഷൺ. എന്താണ് നിശ്ചിത് പരിമാൺവാചക് വിശേഷൺ? വസ്തുവിൻ്റെ കൃത്യമായ അളവ് സൂചിപ്പിക്കുന്ന പരിമാണവാചക വിശേഷണങ്ങളാണ് നിശ്ചിത് പരിമാൺവാചക് വിശേഷൺ. വസ്തുവിൻ്റെ കൃത്യമായ അളവ് സൂചിപ്പിക്കുന്ന പരിമാണവാചക വിശേഷണമാണ് നിശ്ചിത് പരിമാൺവാചക് വിശേഷൺ. ഉദാഹരണം നോക്കാം. ചാർ സേർ ദൂത്. ഒന്നാമത്തെ ഉദാഹരണം ചാർ സേർ ദൂത്. ചാർ എന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നു. മലയാളത്തിൽ 4 സേർ പാൽ. 4 സേർ പാൽ. ഇനി രണ്ടാമത്തെ ഉദാഹരണം തീൻ ഗജ് കപ്പട. 3 ഗജം വസ്ത്രം. തീൻ എന്ന വാക്കിൻ്റെ അടിവരയിട്ടിരിക്കുന്നു. തീൻ ഗജ് കപ്പട. 3 ഗജം വസ്ത്രം. അടിവരയിട്ട് മുകളിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ നിശ്ചിത് പരിമാൺവാചക് വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. അടിവരയിട്ട് മുകളിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ നിശ്ചിത് പരിമാൺവാചക്
വിശേഷണത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി വിശേഷണത്തിൻ്റെ നാലാമത്തെ രൂപം എന്താണ്? സങ്കേത്വാചക് വിശേഷൺ. സങ്കേത്വാചക് വിശേഷൺ എന്താണത്? ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ആളിനെയോ ചൂണ്ടിക്കാണിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വിശേഷണങ്ങളാണ് സങ്കേത്വാചക് വിശേഷണങ്ങൾ. ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ആളിനെയോ ചൂണ്ടിക്കാണിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വിശേഷണങ്ങളാണ് സങ്കേത്വാചക് വിശേഷണങ്ങൾ. ഇനി നമുക്ക് അവയ്ക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഉസ് ലഡ്കി കോ ബുലാവോ. ഉസ് ലഡ്കി കോ ബുലാവോ. ഉസ് എന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നു. ആ പെൺകുട്ടിയെ വിളിക്കൂ. ആ പെൺകുട്ടിയെ വിളിക്കൂ. ഇനി രണ്ടാമത്തെ ഉദാഹരണം എന്താ? കോൻ ആത്മി ആത്താ ഹേ. കോൻ ആത്മി ആത്താ ഹേ. ഏത് ആളാണ് വരുന്നത്? കോൻ എന്ന വാക്കിൻ്റെ അടി വരയിട്ടിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഉദാഹരണം. യഹ് ഫൂൽ സുന്ദർ ഹേ. യഹ് ഫൂൽ സുന്ദർ ഹേ. ഈ പൂവ് സുന്ദരമാണ്. ഈ പൂവ് സുന്ദരമാണ്. അടിവരയിട്ടിരിക്കുന്നത് എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു? സങ്കേത്വാചക് വിശേഷണത്തെ സൂചിപ്പിക്കുന്നു. ഇനി നമ്മൾ പഠിച്ചത് എന്താണ്? വിശേഷണമാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ നാലാമത്തെ വകഭേദമാണ്. എന്താണ് നാലാമത്തെ വകഭേദം? ക്രിയയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.